السلام عليكم ورحمة الله وبركاته. الحمد لله وصلى الله على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികൾ, അല്ലാഹുവിൽ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധയുണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറെ സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ, ഈ ദൂരത്ത് നിങ്ങളോട് ചേർന്നിരുന്ന് അറിയാവുന്ന വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തലുകൾ നടത്താൻ അവസരം ലഭിച്ചു എന്നത് അൽഹംദുലില്ലാഹ്. പ്രയാസമൊന്നുമില്ലാതെ കൃത്യമായ സമയമെടുത്തുകൊണ്ട് എന്നെ ഇവിടെ എത്തിച്ചു. പാലിച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ പലരും സ്വീകരിക്കാൻ അവിടെ വന്നു. എൻ്റെ സുഹൃത്ത് ആമി അതിനകത്തുണ്ടായിരുന്നു. നമ്മളിങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട്, എത്തിയിട്ടില്ല. ആദ്യമായി ഭക്ഷണവും കിട്ടി. റഹീം കടയിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു. ഭിക്ഷമായി സന്തോഷത്തോടു കൂടെ റൂമിലെത്തി. അൽഹംദുലില്ലാഹ് 2 ദിവസം ഫ്രീ ആയി ഇരുന്നു. ഇത് ആദ്യമായ സംസാരത്തിന്റെ സന്ദർഭമാണ്. ഏതായിരുന്നാലും ഞാൻ ഇതിനെ എൻ്റെ തസ്കിയത്തിന്റെ സന്ദർഭമായി കാണാം. തീർച്ചയായിട്ടും സത്യമായിട്ടും 2 ദിവസം വെറുതെ ഇരുന്നപ്പോൾ, അഥവാ എൻ്റെ ബോധം വച്ച നാൾക്ക് ശേഷം, അഥവാ ദീനുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഇത്ര സമയം ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. എനിക്കങ്ങനെ സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഓർത്തു, വിശ്വാസിക്ക് സമയം ആവശ്യമാണ്. വെറുതെ ഇരിക്കുന്ന അല്പസമയം വിശ്വാസിക്ക് കിട്ടണം. അങ്ങനെയാണ് വിശ്വാസികളെ കുറിച്ച് പരിചയപ്പെടുത്തപ്പെടുന്നതും. അവർ അല്പസമയം ഒറ്റയ്ക്കിരിക്കും. ഞാൻ ഒറ്റയ്ക്കിരുന്നു 2 ദിവസവും. സുഹൃത്ത് അനസ്കായും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ഞാൻ ഒറ്റയ്ക്കിരുന്നു. സത്യമായിട്ടും ഒരുപാട് തസ്കിയത്ത് നടത്താൻ എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ അല്പം ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ തസ്കിയത്തുമായി ബന്ധപ്പെട്ടത് ഉത്ബുദ്ധ സദസ്സായ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ, തസ്കിയത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് വിശാലമായ ഒരു മേഖലയാണ്. എന്നിരുന്നാലും അത് ഏറെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സത്യമായും ഓരോരുത്തരുടെയും പാരത്രിക ജീവിതത്തിന്റെ രക്ഷാശിക്ഷക്ക് നിദാനമാകുന്ന, പരലോകത്ത് സ്വർഗ നരകത്തിന് ഹേതുവാകുന്ന, നന്മയായ തിന്മയായ എളുപ്പമുള്ള പ്രയാസമുള്ള ഏത് ജീവിതമാണ് നൽകപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്ന സുപ്രധാനമായ
ഒരു ഘടക മാനദണ്ഡമാണല്ലോ തസ്കിയത്ത് എന്നത്. തസ്കിയത്തും തദ്സിയത്തും ഇവിടെ പരിശോധന നടക്കുകയാണ്. തസ്കിയത്ത് മേഖല, തദ്സിയത്ത് ഏതാണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കപ്പെട്ട ശേഷം സ്വർഗമോ നരകമോ നൽകപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വിഷയം. വളർത്തുക, പരിപോഷിപ്പിക്കുക, പാകപ്പെടുത്തുക, സംശുദ്ധീകരിക്കുക എന്നൊക്കെയാണല്ലോ തസ്കിയത്ത് എന്ന പദത്തിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. പലപ്പോഴും മനുഷ്യരുടെ കൂട്ടത്തിൽ, വിശ്വാസി സമൂഹത്തിലെ ഞാനും നിങ്ങളും അടങ്ങുന്ന വലിയ സമൂഹത്തിനുള്ളിൽ തസ്കിയത്ത് നടത്തുന്നത് കാണാറുള്ളത് ശാരീരികമായ തസ്കിയത്താണ്, ബാഹ്യമായ തസ്കിയത്താണ്. ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിൽ ഒട്ടേറെ തന്ത്രങ്ങൾ മെനയുന്നു. തന്ത്രപ്രധാനമായ ചുവടുവയ്പ്പുകൾ ശരീരത്തെ പാകപ്പെടുത്തുന്നതിനു വേണ്ടിയും ശരീരത്തിന്റെ ആരോഗ്യ നിലയെ നിലനിർത്തുന്നതിനു വേണ്ടിയും മനുഷ്യർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശാരീരിക തസ്കിയത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, പരിപോഷണത്തിന് വേണ്ടി എത്ര ത്യാഗവും, എന്ത് ത്യാഗവും സഹിക്കാൻ, എന്തും നൽകാൻ മനുഷ്യർ എല്ലാവരും തയ്യാറുമാണ്. പക്ഷേ അവിടെയൊക്കെ പലപ്പോഴും മാനസികമായ തസ്കിയത്തിന്റെ മേഖലകളെ മറന്നുപോകുന്നു എന്നതാണ്. ഒരു കവി ഈ വിഷയം ചോദിച്ചിട്ടുണ്ട്. ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കവി വിശദീകരിച്ചത്, യാ ഖാദിമൽ ജിസ്മി കം തശ്ഖാ ലിഖിദ്മതിഹി അതത്ലുബു الربح مما فيه خسران أقبل على النفس واستكمل فوائده فأنت بالنفس لا بالجسم إنسان. അർത്ഥഗർഭമായ ഒരു ഭാഗമാണ്. യാ ഖാദിമൽ ജിസ്മി കം തശ്ഖാ ലിഖിദ്മതിഹി, ശരീരത്തിന് മാത്രം പരിപോഷണം നൽകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ, അതത്ലുബു الربح مما فيه خسران, നഷ്ടം മാത്രം സംഭവിക്കാനുള്ള ഒരു പക്ഷേ അല്പദിനം കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് ദ്രവിച്ച് മണ്ണിൽ ചേർന്നു പോകാനുള്ള ഈ ഒരു ശരീരത്തിൽ നിന്ന് നീ എന്ത് ലാഭമാണ് ആത്യന്തികമായി പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കേണ്ടതില്ല. നീ എന്ത് ചെയ്യണം? അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫവായിദഹു, നീ നിന്റെ മനസ്സിലേക്ക് ഇറങ്ങണം. നിന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ നീ സമയം കണ്ടെത്തണം. വസ്തക്മിൽ ഫവായിദഹു, കാരണം ഫഅൻത ബിന്നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു, നീ ഒരു മനുഷ്യനായി പരിഗണിക്കപ്പെടുന്നത് നിന്റെ മനസ്സുകൊണ്ടാണ്, ശരീരം കണ്ടിട്ടല്ല. പലപ്പോഴും ആജാനുബാഹുക്കളായ ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളുടെ പലരുടെയും അടുത്ത് സംസാരിക്കാൻ ചെന്ന് തിരിച്ചു വരുമ്പം പറയാറുണ്ട്, അയാളൊരു മനുഷ്യനല്ലട്ടോ എന്ന്. നേരെ മറിച്ച് ഒന്നുമില്ലാതെ ചുക്കിച്ചുളിഞ്ഞ് രോഗബാധിതനായി കിടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ അടുത്ത് സംസാരിക്കാൻ ചെന്ന് സംസാരം കഴിഞ്ഞ് തിരിച്ചു ചെന്നിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടെ പറയാം, ആവട്ടോ അയാളൊരു മനുഷ്യനാ. നീ മനസ്സുകൊണ്ടാണ് മനുഷ്യനാകുന്നത്. അതുകൊണ്ട് ആ മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിക്കണം. സത്യമല്ല ഇത്? ലോകത്തിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ഒരു ശ്രദ്ധ തിരിക്കുന്നുണ്ട് അദ്ദേഹം. എന്താണ് അദ്ദേഹം വിശദീകരിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് ആയാൽ ശരീരവാസകലം നന്നായി, അത് കേടായാൽ ഫസദൽ ജസദ് കുല്ല,
ശരീരം മുഴുവനും മ്ലേച്ഛമായി. അതുകൊണ്ട് നിങ്ങൾ അറിയണം, അലാ വഹിയൽ ഖൽബ്, അതാണ് ആ ഹൃദയത്തെ, ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയണം. ഉത്ബുദ്ധരായ എനിക്കറിയാം. പക്ഷേ എനിക്കും നമുക്കും ഉപകാരപ്രദമാകാൻ ഒന്നുകൂടെ പരിപോഷണം നടത്താനുള്ള സന്ദർഭമാണല്ലോ. അതുകൊണ്ട് സംസാരിക്കാം. നാം 2 മാസം ആയിട്ടേ ഉള്ളൂ, 1-2 മാസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. പരിശുദ്ധ റമദാനിൽ ഹൃദയം സംശുദ്ധീകരിച്ചതാണ്. പലപ്പോഴും റമദാൻ മാസത്തോടെ റമദാനുമായി ബന്ധപ്പെട്ട വർത്തമാനം തീർന്നു പോകുന്നു എന്നതാണ് പ്രശ്നം. ഇല്ല, അതാ റമദാനു മസ്റഅത്തുൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. ഫസാദിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന്, എല്ലാ തരത്തിലുമുള്ള ജീവിതത്തിന്റെ ദൈനംദിന രംഗങ്ങളിൽ എല്ലാ ഘട്ടങ്ങളിലുമുള്ള പല വിധത്തിലുള്ള മ്ലേച്ഛതകളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ എന്തായാലും ഞാൻ നിങ്ങളും റമദാനിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകമായ പരിഗണന സംശുദ്ധീകരണത്തിന് വേണ്ടി നാം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഹൃദയത്തെ പരിശുദ്ധിപ്പെടുത്തുക എന്നതാണ് തസ്കിയത്ത് എന്നതാണ്. നോക്കൂ നിങ്ങൾ, പ്രധാനപ്പെട്ട ഒരു കാര്യം, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മസ്ജിദുൻ നബവിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവിടെ പ്രവാചകന്റെ ഖബറിനരികിൽ വെച്ച് സങ്കടപ്പെടുന്നു, ഓർത്തോർത്ത് കരയുന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, ഫഖാൽ മാ യുബ്കീക്, എന്താണ് മുആദ് നിന്നെ കരയിക്കുന്ന സംഗതി? എന്താണ് മുആദ് ഇത്രമാത്രം കരയാൻ മാത്രം ഓർത്തെടുക്കുന്നത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഖാല യുബ്കീനി ശൈഉൻ, എന്നെ ഒരു കാര്യം വല്ലാതെ കരയിക്കുന്നു അമീറുൽ മുഅ്മിനീൻ. എന്താണെന്നല്ലേ? സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അത് പ്രവാചകനിൽ നിന്ന് കേട്ടു. പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ട ഒരു വർത്തമാനം അത് എന്നെ കരയിക്കുന്നു അമീറുൽ മുഅ്മിനീൻ. ഏതാണ് ആ വചകം? എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഇന്ന യസീറ റിയാഇ ശിർക്ക്, തീർച്ചയായും യസീറ റിയാ, വളരെ ചെറിയൊരു കാര്യമാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പലതും. റിയാ എന്നത് ശിർക്കുൻ, അത് ശിർക്കാണ് എന്ന്. ശിർക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് വലിയ ശിർക്ക്, രണ്ടാമത്തേത് ചെറിയ ശിർക്ക്. അതിൽപ്പെട്ടതാണ് ഈ റിയാ എന്ന്. ഈ വർത്തമാനം ഇന്ന യസീറ റിയാഇ ശിർക്ക് എന്ന പദപ്രയോഗം, എന്ന പ്രവാചകന്റെ സംസാരം, ആ വാക്കുകൾ എന്റെ മനസ്സിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് എന്തോ അത് ഓർത്താണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കൂ. പ്രബുദ്ധരാണ്, ദീനീ സംരംഭങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഇത്രമാത്രം കരയിച്ചുവെങ്കിൽ ഈ വർത്തമാനം, തിരുവചനം ഇന്ന യസീറ റിയാഇ ശിർക്ക് എന്ന വചനം എന്നെയും നിങ്ങളെയും എത്രമാത്രം കരയിച്ചിട്ടുണ്ട്? നാം അതിനെക്കുറിച്ച് എത്രമാത്രം ആലോചിച്ചിട്ടുണ്ട്? തീർച്ചയായും സംശുദ്ധീകരണത്തിന്റെ ഭാഗമായി വരുന്ന പ്രഥമമായ ചിന്തയാണ്. വർത്തമാന വിശ്വാസി സമൂഹത്തിന് പിടിപ്പെട്ടിട്ടുള്ള മാരകമായ 2 ഡിസീസ്, 2 രോഗങ്ങൾ. അതാണ് ഈ രോഗം, അഥവാ പ്രകടനപരതയും കാപട്യ മനസ്ഥിതിയും. പ്രകടനപരതയും കാപട്യവും മാരകമായ 2 രോഗങ്ങൾ. എളുപ്പത്തിൽ നമ്മെ, മനുഷ്യ മനസ്സിനെ പിടികൂടുന്ന, ഗ്രസിച്ചു കളയുന്ന രോഗങ്ങൾ. പലപ്പോഴും അങ്ങനെയാണ്. പല പ്രവർത്തനങ്ങളിലും പല കാര്യങ്ങളിലും പലരും ചെയ്യുന്ന കാണാം, പലരിലും വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് റിയാ എന്നത്. റിയാന് വേണ്ടി പലതും ചെയ്യാം. ദഅവത്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒരുപാട് ആരാധനാകർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, മനാസിക്കുകൾ, മുആവനകൾ, ഒരുപാട് പരസ്പര സഹായങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. തന്ത്രപ്രധാനമായ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. ആളുകളെ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നവരാണ്.
ഇവിടെയൊക്കെ പലപ്പോഴും റിയാ കടന്നുകൂടാറുണ്ടോ? പലപ്പോഴും റിയാ കടന്നുകൂടാറുണ്ടോ? മുആദ് റളിയല്ലാഹു അൻഹു അതുപോലെ നമുക്ക് പല പ്രവർത്തനങ്ങളുടെയും സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഈ ഒരു ചിന്ത വരാറുണ്ടോ എന്നതാണ്. ഭൗതിക കീർത്തിക്ക് വേണ്ടി ഭൗതികമായ ലാഭങ്ങളും കീർത്തികളും പേരും പെരുമയും ലക്ഷ്യം വെച്ചുകൊണ്ട് ആര് പ്രവർത്തിച്ചാലും അള്ളാഹുവിന്റെ പക്കൽ ഒന്നുമില്ലാതെയായി പോകുന്ന അമലുകളെല്ലാം നഷ്ടമായി പോയിട്ടുള്ള ആളുകളെ കുറിച്ച് വിശദീകരിച്ചപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്തുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചത് നമുക്ക് ശ്രദ്ധേയമായി കാണാൻ കഴിയും. സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ, മൻ കാനത് നിയ്യതുഹു തലബുൽ ആഖിറ. ആഖിറത്താണ് ആരെങ്കിലും പ്രവർത്തന സന്ദർഭങ്ങളിൽ ലക്ഷ്യം ഉന്നം വെക്കുന്നതെങ്കിൽ, മൻ കാനത് നിയ്യതുഹു തലബുൽ ആഖിറ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി. അവന്റെ ഹൃദയത്തിൽ അല്ലാഹ് ഐശ്വര്യം നൽകും. അവന്റെ ഹൃദയത്തിന് അല്ലാഹു ഗിന വർദ്ധിപ്പിച്ചു കൊടുക്കും. വജമഅ ലഹു ശംലഹു. അവന് വേണ്ടതെല്ലാം അല്ലാഹു ഏർപ്പാട് ചെയ്തു കൊടുക്കും, ഒരുക്കുകൂട്ടി കൊടുക്കും. വഅതത്ഹു ദുനിയ വഹിയ റാഗിമ. അവന് വേണ്ടതായിരുന്ന, അവൻ തേടിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിന്റെ വിഭവങ്ങൾ അല്ലാഹു അവൻ നൽകുകയും ചെയ്യുമെന്ന് ഒന്നുകൂടെ ഓർക്കേണ്ട വചനമാണ്. ഗൗരവതരമായ വിശദീകരണമാണ് പ്രവാചകൻ നൽകുന്നത്. മൻ കാനത് നിയ്യതുഹു തലബുൽ ആഖിറ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി വജമഅ ലഹു ശംലഹു വഅതത്ഹു ദുനിയ വഹിയ റാഗിമ. അതിങ്ങോട്ട് വരികയാണ് ദുനിയാവ്. ദുനിയാവ് തേടി പോകേണ്ടതില്ല. ആഖിറം തേടി പ്രവർത്തിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും ദുനിയാവ് നഷ്ടപ്പെടാതെ ദുനിയാവിലെ ഓഹരികളൊക്കെ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. കൃത്യമായ പ്ലാനിംഗ് ആയിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. അല്പം പോലും കടന്നു വരാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ ലഭിക്കുമെന്ന് തുടർന്ന് വിശദീകരിച്ചു. വമൻ കാനത് നിയ്യതുഹു തലബുദ് ദുനിയ. ദുനിയാവാണ് അവന്റെ പ്രവർത്തനങ്ങളുടെ മുന്നിൽ അവൻ കാര്യമായി ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, വമൻ കാനത് നിയ്യതുഹു തലബുദ് ദുനിയ ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈഹി. ആ പ്രയോഗം അതിഗംഭീരമായ പ്രയോഗമാണ്, വിശാലാർത്ഥമുള്ളതാണ്. ജഅലല്ലാഹുൽ ഫഖ്റ, ദാരിദ്ര്യത്തെയാണ് അല്ലാഹു വെക്കുന്നത് ബൈന ഐനൈഹി, അവന്റെ ഇരു നയനങ്ങൾക്കിടയിൽ, രണ്ട് കണ്ണുകൾക്കിടയിൽ അവന് ദാരിദ്ര്യമേ കാണാനുള്ളൂ. അവൻ എത്ര നോക്കിയിട്ടും മതിയാകുന്നില്ല, അവൻ എത്ര പ്രവർത്തിച്ചിട്ടും ലക്ഷ്യത്തിലെത്തുന്നില്ല എന്ന് തന്നെയാണ്. അവൻ എത്ര ദീർഘവീക്ഷണത്തോടുകൂടെ ആലോചിച്ചിട്ടും അവന് കാര്യത്തിൽ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്ന് തന്നെ, നേടിയിട്ടില്ല എന്ന് തന്നെ, തീർന്നിട്ടില്ല എന്ന് തന്നെ അവന് തോന്നുകയാണ്. എന്നിട്ട് വിശദീകരിച്ചു, അവന്റെ മേഖലകളെ, അവന്റെ ഏരിയകളെ, അവന്റെ കാര്യങ്ങളെ അല്ലാഹു അവന് വ്യത്യസ്തമാക്കി കൊടുക്കും. ഒരു ബിസിനസ് നടത്തി അവൻ ദുനിയാവാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പോരാ എന്ന് തോന്നുകയാണ്. ശത്തത് അലൈഹി അംറഹു, അവന്റെ കാര്യത്തെ വ്യത്യസ്തമാക്കി കൊടുക്കുക, വേറെ ഒന്നും കൂടെ തുടങ്ങുക ഇല്ല, മറ്റൊന്നിലേക്ക് കൂടെ കാലുവെക്കുകയാണ്, അവിടെ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയാണ്. ഇങ്ങനെ അവൻ ഒന്നുകൊണ്ടും അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. എത്ര വിശാലമായ ദീർഘവീക്ഷണത്തോടുകൂടെയുള്ള വർത്തമാനമാണ് പ്രവാചകന്റേത്. അവന് നിർത്താൻ കഴിയില്ല. അവൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഒരു പോയിന്റിൽ അവൻ നിൽക്കാൻ കഴിയുന്നില്ല. വീണ്ടും അടുത്ത പടിയിലേക്ക് പോവുക. ശത്തത് ലഹു അംറഹു അലൈഹി അംറഹു വലാ യഅതീഹി മിൻഹാ ഇല്ലാ മാ കുതിബ ലഹു. ഓനെന്തൊക്കെ കളിച്ചാലും അള്ളാന്റെ തീരുമാനം ഉണ്ടായാലല്ലാതെ അതിട്ട് ലഭിക്കുകയുമില്ല എന്ന്. സഹോദരങ്ങളെ, ആലോചിക്കുക, വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും പല ആളുകളും ഇതുപോലെ ആളറിയാൻ വേണ്ടി, ആളെ അറിയിക്കാൻ വേണ്ടി തന്റെ പേരിലേക്ക് പ്രവർത്തനങ്ങളെ ചേർത്തുകൊണ്ട് പറയുന്നത് കാണാറുണ്ട്. നമുക്കൊക്കെ അനുഭവങ്ങളുണ്ടാകും. നമുക്കതുണ്ടാവാൻ പാടില്ല. ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടാവാൻ പാടില്ല. പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ മറ്റൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഉള്ളതുപോലെയല്ല. ഞാൻ എന്നെ കുറിച്ച്
ആവശ്യമില്ലാതെ ചില സന്ദർഭങ്ങളിൽ ആവശ്യമായി വരാം എന്നതൊഴികെ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തതിനെ എന്നിലേക്ക് ചേർത്ത് എന്തിനു ഞാൻ അങ്ങനെ പറയണം? എന്തിനങ്ങനെ പറയണം? തസ്കിയത്തുൻ നഫ്സിന്റെ ഭാഗമായി അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആഴത്തിലിറങ്ങി ത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമ്മഅ അന്നാസ ബിഅമലിഹി, തന്റെ പ്രവർത്തനങ്ങളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് മിനൽ ഖൈർ, അല്ലേ, ഖൈറായ പ്രവർത്തനങ്ങളെ, മൻ സമ്മഅ അന്നാസ ബിഅമലിഹി, അങ്ങനെ ആരെങ്കിലും തന്റെ പ്രവർത്തനത്തെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞു കേൾപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ കേൾപ്പിക്കുകയാണ്, സമ്മഅ അല്ലാഹു ബിഹി സാമിഅ ഖൽഖിഹി വസഗ്ഗറഹു വഹഖറഹു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആളുകളുടെ ഒക്കെ കാതുകളിൽ എത്തിക്കും. പക്ഷേ അങ്ങനെ പരലോകത്ത് വെച്ച് വസഗ്ഗറഹു, അയാളെ ചെറുതാക്കി കളയും, വഹഖറഹു, നിന്ദ്യമാക്കി കളയും എന്ന്. അപ്പോ ഞാൻ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, അത് റിയ ആണ്. മുആദ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു പോകണം. നമ്മൾ അപ്പോഴേക്ക് അങ്ങനെ സ്വന്തത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത്, സ്വന്തത്തിന്റെ പോരിശകൾ പറയാ, എന്നിട്ടത് പിന്നെ ബാപ്പാന്റെ പോരിശയിലേക്ക് കയറുക. അത് ആരായിരുന്നു ഞാന്, ആരായിരുന്നു ഉപ്പ, എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ പറയേണ്ട ഘട്ടം വേറെയാണ്. അപ്പം സഹപ്രവർത്തനങ്ങളെയും തന്നിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്ന, പലപ്പോഴും ഏതെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ സാധാരണ ചിലയിടങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഒരു പരിപാടിയുടെ വേണ്ട കാര്യങ്ങളെല്ലാം ഭൗതികമായ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കുന്നിടത്ത് ഒന്നോ രണ്ടോ മൂന്നോ പ്രവർത്തകർ കാര്യമായി അധ്വാനിച്ച് ഇതൊക്കെ ഒരുക്കുകൂട്ടി റെഡിയാക്കി അവസാന സന്ദർഭം പ്രോഗ്രാമിന് ആളുകളും അതിഥികളും വരുന്ന സമയത്ത് ഇതിനൊന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒന്ന് രണ്ട് കേമന്മാർ വന്ന് എല്ലാം ശരിയായില്ലേ, ഒക്കെ ശരിയായില്ലേ എന്നൊക്കെ ചോദിച്ചു ഇവരുടെ മുമ്പിൽ അത് എവിടെ? ഇത് മുസ്ലിം സമൂഹങ്ങളിൽ തന്നെ കാണുന്ന ഒരു റിയാഇന്റെ ഭാഗമാണ്. തസ്കിയത്തുൻ നഫ്സ് നടത്താൻ സമയമായി. ഇതിന് മറ്റൊരു വശമുണ്ട് കേട്ടോ, ഒരു മറുവശമുണ്ട്. പലപ്പോഴും അത് കുഴപ്പമില്ലാത്ത ഒന്നാണ്. അത് സുഹൃതം ചെയ്ത ആളുകൾ ചിലർ അഭിനന്ദിക്കാറുണ്ട്. ഒന്ന് നന്നാക്കി പറയും, മറ്റുള്ളവരൊക്കെ പറയും, അതൊരു പബ്ലിസിറ്റി ആക്കും. അതിനെ സംബന്ധിച്ച് സഹാബത്തിന് സംശയമുണ്ടായി. സഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, ഖീല, ചോദിക്കപ്പെട്ടു, ലി റസൂലില്ല, റസൂലിനോട് ചോദിക്കപ്പെട്ടു, പ്രവാചകരെ, അറഅയ്ത അർ-റജുല യഅമലുൽ അമല മിനൽ ഖൈർ, ഖൈറായ ഒരു കാര്യം ചെയ്ത ഒരാൾ, അയാൾ ഖൈറായ ചില പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, വയഹ്മദുഹുന്നാസു അലൈഹി, ആ കാര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ആളുകളൊക്കെ ഹംദ് ചെയ്യുന്നുണ്ട്, പുകഴ്ത്തി പറയുന്നുണ്ട്, നന്നാക്കി പറയുന്നുണ്ട്. വഫി റിവായത്തിൻ യുഹിബ്ബുഹുന്നാസു അലൈഹി, മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെ വന്നു, യുഹിബ്ബുഹുന്നാസു അലൈഹി, ആ വിഷയത്തിൽ അദ്ദേഹത്തെ ആളുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇത് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിൽക ആജിലു ബുശ്റൽ മുഅ്മിനീൻ, അത് വിശ്വാസികൾക്ക് അല്ലാഹു എളുപ്പത്തിൽ വേഗത്തിൽ നൽകുന്ന ഒരു സന്തോഷ വാർത്തയാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന തഫ്സീർ ഖുർത്തുബി ഒരുപാട് വിശദീകരിക്കുന്ന ഈ ഭാഗത്തെ വെച്ചുകൊണ്ട്, ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ഇവിടെയും പരലോകത്തും അവർക്ക് നൽകപ്പെടുന്ന സന്തോഷ വാർത്തയാണ് അത് എന്ന്. സഹോദരങ്ങളെ, നാം ഏറെ സൂക്ഷ്മത പാലിക്കുക, ബദ്ധ ശ്രദ്ധരായിരിക്കുക. ഈ വിഷയത്തിൽ നാം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, എത്ര നമസ്കരിച്ചു, എത്ര നോമ്പ് വ്രതാനുഷ്ഠാനം നടത്തി, എത്ര സ്വതക്കകൾ നടത്തി, എത്ര ബലികർമ്മങ്ങൾ നടത്തി, ഒരുപാട് ഹജ്ജും ഉംറയും ചെയ്തു, ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളും. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 23-ാം സൂക്തത്തിൽ പറഞ്ഞതുപോലെ അവസ്ഥ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഏടിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ദീനീ പ്രവർത്തകരായ നമ്മൾ ആലോചിക്കണം. എന്താണെന്നല്ലേ അവിടെ പടച്ച തമ്പുരാൻ സൂചിപ്പിച്ചത്? وَقَدِمْنَا
إلى ما عملوا من عمل فجعلناه هباء منثورا. നാം അവരുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. فجعلناه هباء منثورا. അതിനെ നാം പറന്നു പോകുന്ന ചിതറപ്പെട്ട ധൂളികൾ പോലെ പൊടികൾ സമാനമായി മാറ്റിക്കളയുന്നു എന്ന്. ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് കൂട്ടരെ തിന്മ ചെയ്യാൻ ഭയന്നുകൊണ്ട് തിന്മ ചെയ്യാതെ തൗഹീദ് ബോധ്യപ്പെട്ട് അത് അംഗീകരിച്ച് അതിനു വേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ നടത്തി ഒരുപാട് ത്യാഗ പ്രയത്നങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തന രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പരലോകത്ത് ചെന്നിട്ട് ഇതൊന്നും ഇല്ലാതെയായി പോകാൻ കാരണമാകുന്ന എന്തൊക്കെയോ നമ്മളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആലോചിക്കണം. ആരുടെ മുമ്പിലും വലുതാകേണ്ടതില്ല. അള്ളാന്റെ മുമ്പിൽ നമുക്ക് ഔന്നത്യം ലഭിക്കണം. അതിനു വേണ്ടി തസ്കിയത്ത് നടത്താനുള്ള സമയമാണ് ഇഖ്ലാസ്. തസ്കിയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അഖ്ലിസു. നിങ്ങൾ ഇഖ്ലാസ് ഉണ്ടാക്കണം. ഇഖ്ലാസ് എന്ന വാക്കിന് നമ്മൾ സാധാരണ അത് അങ്ങനെ തന്നെ ഒരു മലയാളീകരിച്ച് ഇഖ്ലാസ് എന്ന പദം മാത്രമായി പോയി. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥമാണ്. അതിന് മലയാളത്തിൽ ഒരു ഒറ്റ വാക്ക് പറയാൻ പ്രയാസാണ്. എന്നാലും മാത്രമാക്കുക എന്നാണ് അഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അഖ്ലസ മാത്രമാക്കുക, മുഖ്ലിസ് മാത്രമാക്കുന്നവൻ. അഥവാ തന്റെ പ്രവർത്തനങ്ങളെ, തന്റെ ചിന്തകളെ, തന്റെ ജീവിതത്തെ, തന്റെ മരണത്തെ, തന്റെ എല്ലാം ജീവിതത്തിനും മരണത്തിനുമടക്കമുള്ള സർവ നിമിഷങ്ങളെയും അള്ളാഹുവിന് മാത്രമാക്കുക. വേറെ ആരും കാണാൻ വേണ്ടിയുള്ളതല്ല എന്റെ നമസ്കാരം, വേറെ ആരും കേൾക്കാൻ വേണ്ടിയുള്ളതല്ല എന്റെ സംസാരം. മറിച്ച് അത് പടച്ച തമ്പുരാന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. സൂറത്തുൽ ബയ്യിന 98-ാം അധ്യായം 5-ാം സൂക്തത്തിൽ ആ വിഷയം ആണ് മനുഷ്യരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു ഉണർത്തിയിട്ടുണ്ട്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. അതാണ് നേരായ മതം, അതാണ് ഋജുവായ മതം. അതുകൊണ്ട് ആ ഋജുവായ മതത്തിന്റെ പ്രയോക്താക്കളായ പ്രചാരകരായ ആളുകൾ അവരുടെ ഇബാദത്തുകൾ, അവരുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന് മാത്രമാക്കണം. മറ്റൊരു ലക്ഷ്യവും പാടില്ല, മറ്റൊരു ലക്ഷ്യവും പാടില്ല. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമായിരിക്കണം. സകാത്തിൽ നിന്ന് ഒരു സഹോദരന് പാവപ്പെട്ട ജീവിതത്തിന് ഉപജീവന മാർഗമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിന് അത്താണിയാവാൻ നാം അവർക്ക് ഒരു വാഹനം വാങ്ങിക്കൊടുത്തു. പള്ളിക്കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ കാണുന്നു മടക്കി അല്ലെങ്കിൽ തുണി മടക്കി കുത്തി നിൽക്കുന്ന മനുഷ്യൻ. ഇവരെ കണ്ടിട്ടും അതൊന്ന് താഴ്ത്തിയിട്ടില്ല. വർത്താനം പറയാ, എന്താ പറയുന്നത്, കണ്ടില്ലേ എന്തിനാ ഈ ജാതിയൊക്കെ കൊടുക്കണത്? നമ്മൾ പള്ളിയിൽ നിന്ന് സക്കാത്ത് ചെല്ലുന്ന 50,000 കൊടുത്തിട്ട് കണ്ടിട്ട് യാതൊരു കൂറുമില്ലാത്തവൻ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ തീർന്നു അതിന്റെ പ്രതിഫലം. തീർച്ചയായിട്ടും സത്യമായിട്ടും അങ്ങനെയാണ്. നാം ആഗ്രഹിച്ചത് അതല്ല. അദ്ദേഹം നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കാനല്ല, പള്ളിയിൽ വന്നില്ല, നമ്മൾ അത് പടച്ച തമ്പുരാനും അയാളും തമ്മിലുള്ള ബന്ധം അവർ അള്ളാഹു തീർക്കണം. അവർ തമ്മിലുള്ള അതിന്റെ കണക്ക്, നാം തമ്മിലുള്ള കണക്ക് നാം അവർക്ക് കൊടുത്തോ കൊടുത്തില്ലേ, ഇതാണ് പടച്ചോ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ഇഖ്ലാസ് അള്ളാഹുവിന് മാത്രമാക്കുക. മറ്റൊരു തരത്തിലും നമ്മുടെ നമസ്കാരവും മറ്റ് ആരാധനാ കർമ്മങ്ങളും ആവാതിരിക്കുക. അതാണ് തസ്കിയത്ത് എന്നത്. അല്പം ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു നമ്മളെ അവസാനിപ്പിക്കും. തസ്കിയത്ത് എന്ന പദവുമായി ബന്ധപ്പെട്ട് ആലോചിച്ചു നോക്കാം. പലപ്പോഴും സംസ്കരണം എന്ന് മാത്രം പറയാം. തീർച്ചയായും തസ്കിയത്ത് എന്നത് പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ, 4 ഫയലുകൾ അടങ്ങുന്നതാണ് തസ്കിയത്ത് എന്നത്. ആ 4 ഫയലുകളിൽ ഒരു ഫയൽ മിസ്സായാൽ
തസ്കിയത്ത് നടക്കുന്നില്ല. ആ ഫയലുകൾ ഏതൊന്നല്ലേ? സക്ക. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നാം ആമുഖമായി ഓതിവെച്ച ആയത്ത് വശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ. സൂര്യൻ, അതേപോലെ അതിനെ തുടർന്ന് പോകുന്ന ചന്ദ്രൻ, വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ. വെളിച്ചം നൽകിക്കൊണ്ട് പകൽ, ഇരുട്ടായി വരുന്നു രാത്രി. വസ്സമാഇ വമാ ബനാഹാ. ആകാശം, അതിന്റെ നിർമ്മാണം, എടുപ്പ്. വൽ അർളി വമാ തഹാഹാ. ഭൂമി, അതിനെ പരത്തിയത്. ഇതെല്ലാമാണ് സത്യം. അത്ഭുതകരമായ പ്രതിഭാസങ്ങളെ നിരത്തിയിട്ട് വീണ്ടും അല്ലാഹു വനഫ്സി വമാ സവ്വാഹാ. ആ നഫ്സിന് ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. എവിടെയും ക്ലാസുകളിലൊന്നും പോയിരുന്നിട്ടില്ലാത്ത, പുറം സമൂഹവുമായി ഇടപഴകിയിട്ടില്ലാത്ത മനുഷ്യന്റെ മനസ്സിൽ പോലും നന്മ തിന്മ എന്ന ഒരു ചിന്തയുണ്ട്. അതൊക്കെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് പടച്ചതമ്പുരാൻ പ്രതിപാദിക്കുന്ന വിഷയം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സത്യപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഖസം ഒരുപാട് നടത്തിയിട്ടുണ്ട്. അത് ആ അത്ഭുത പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്തിച്ച്, അത്ഭുതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് മനസ്സിൽ പടച്ചോനെ നമുക്ക് ശരിയാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാഥാർത്ഥ്യം എന്ന് ബുദ്ധിയുള്ള മനുഷ്യൻ സമ്മതിക്കുക. എങ്കിൽ അത് സമ്മതിച്ചെങ്കിൽ അടുത്ത വചനവും അംഗീകരിച്ചിട്ടു. അതാണ് അടുത്ത വചനം. എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു അങ്ങനെയാണ് സത്യം ചെയ്യുന്നത്. ഒരു കാര്യം വിശദീകരിക്കാൻ ഒരുപാട് സംഗതികളുടെ അത്ഭുതങ്ങളെ പ്രതിപാദിക്കുന്നു, സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആ മനസ്സിനെ ശരിപ്പെടുത്തിയ, പാകപ്പെടുത്തി തന്നിട്ടുള്ള, നന്മയും തിന്മയും ഏതെന്ന് വേർതിരിക്കാനുള്ള വൈഭവം, കഴിവ് നൽകപ്പെട്ടിട്ടുള്ള മനസ്സിനെ പാകപ്പെടുത്തിയ, സംശുദ്ധീകരിച്ച, സക്ക ചെയ്തിട്ടുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു. അല്ലാത്തവരോ വഖദ് ഖാബ മൻ ദസ്സാഹാ. അല്ലാത്ത ആളുകൾ പരാജയപ്പെട്ടു. എന്താണ് സക്ക എന്ന പദം? ഞാൻ പറഞ്ഞു 4 ഫയലുകൾ പ്രധാനമായും ഉണ്ട് എന്ന്. ഒന്ന് ത്വഹാറത്താണ്, മറ്റൊന്ന് നമാ, മറ്റൊന്ന് സ്വലാഹിയ്യ, നാലാമത്തേത് ബറക്ക. ഈ 4 ഉൾപ്പെടുമ്പോഴാണ് തസ്കിയത്ത് നടക്കുന്നത് എന്നാണ്. അതാണ് സംസ്കരണം, വർധനവ്, പരിപോഷണം. ഒറ്റയടിക്കൊരു തസ്കിയത്ത് ഉണ്ടാവുകയല്ല. അതിനുവേണ്ടി നമാ, വളർച്ച, എംപവർമെന്റ് നടക്കണം. നമാ ആണ് വിശദീകരിക്കുന്നത്, പറഞ്ഞിട്ട് തഖ്വിയത്ത് എന്ന് പറയാം. രണ്ടാമതൊന്ന് ത്വഹാറത്താണ്, മാലിന്യമുക്തമാക്കണം. ഏറ്റവും വലിയ നജാസ, ഏറ്റവും വലിയ മാലിന്യം അത് ശിർക്കാണ്. അതിൽപ്പെട്ട ഒരു ഭാഗമാണ് റിയാ, ഇഖ്ലാസില്ലാത്ത അവസ്ഥ. അതിൽ നിന്ന് മുക്തമാക്കപ്പെടണം മനസ്സ്. അപ്പോഴാണ് തസ്കിയത്തിന്റെ രണ്ടാമത്തെ ഘടകം കടന്നു വരുന്നത്. മൂന്നാമതായി സ്വലാഹിയത്ത്, വാലിഡിറ്റി എന്ന് പറയാൻ പോകണമെങ്കിൽ സ്വലാഹിയത്ത് എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. അതാ ഇപ്പൊ നമ്മുടെ ഈ സന്ദർഭത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വലാഹിയത്ത്, അത് പുതുക്കിക്കൊണ്ടിരിക്കണം. ഈ മൂന്നും രൂപപ്പെടുമ്പോ സ്വാഭാവികമായി ജനിക്കുന്ന മറ്റൊന്നാണ് ബറക്കത്ത്, അനുഗ്രഹീതമായി മാറും. അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തിന് പാത്രമാവുകയാണ്, കാരണമാവുകയാണ്. ത്വഹാറത്തുണ്ടാകുമ്പോ, നമാ ഉണ്ടാകുമ്പോ, അതിന്റെ സ്വലാഹിയത്ത് നടക്കുമ്പോ ബർക്കത്ത് കിട്ടും. അപ്പോഴാണ് തസ്കിയത്ത് നടന്നു എന്ന് പറയാൻ കഴിയുന്നത്. എന്തെല്ലാം
നജാസത്തുകളാണ്, എന്തെല്ലാം മാലിന്യങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടവും ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ മീഡിയകളുടെ വളർച്ച, നമ്മുടെ കൈകളിലുള്ള മീഡിയകൾ, അതെല്ലാം ഉപയോഗിക്കുന്നിടത്ത് നമുക്ക് വന്നു പോകുന്ന അവസാനം വാട്സാപ്പുകൾ വരെ, എത്രയേറെ വാട്സാപ്പ് എന്നാണ് പലരും ചോദിക്കുന്നത്. ചിലപ്പോഴേ എന്താണ് താങ്കൾ എന്ന് ഇംഗ്ലീഷും ഹിന്ദിയുമായി ചോദിക്കുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു. അത്രയും അനാവശ്യമായ കാര്യങ്ങൾക്ക്, പ്രമാണബദ്ധമല്ലാത്ത തെളിവുകളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, എഡിറ്റ് ചെയ്ത് വെറുതെ ന്യായമല്ലാത്ത വിഷയങ്ങൾ. പൊതുവെ വാട്സപ്പ് എന്നത് ഒരു പ്രമാണമായി മാറിയിട്ടുണ്ട്. അത് കാണുമ്പോഴേക്ക് വിശ്വസിക്കപ്പെടുക, വിശ്വസിച്ചു പോവുക. അതിനകത്ത് ഒരുപാട് വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം എന്ന ഒരു ആയത്ത് എഴുതി കൊടുത്തപ്പോഴാണ് ഒരു മെസ്സേജിനെ സംബന്ധിച്ച് ആ ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലായിരുന്നു. പക്ഷേ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച്, മറ്റൊരു സംഘടനയെ സംബന്ധിച്ച് ഇതിനകത്തുകൂടെ പ്രചരിപ്പിച്ച ഒരു പ്രയോഗം, എഡിറ്റ് ചെയ്ത ഒരു സംഭവം, അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എവിടെയും അങ്ങനെ നടന്നിട്ടില്ല എന്നറിഞ്ഞു. അങ്ങനെ ആയത് അതിനകത്ത് എഴുതി വിട്ടു, വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, ഇല്ലാത്ത കാര്യം പറയാൻ നിൽക്കണ്ടാട്ടോ എന്ന്. ഇതിനെവിടെയെങ്കിലും പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചപ്പോ എല്ലാവരും പ്രതികരണം ശരിയാണല്ലോ, അത് എവിടെ നടന്നതാ? അപ്പോ സലാഹിയത്ത്, അതേപോലെ ത്വഹാറത്ത് ഏറ്റവും പ്രധാനം. എപ്പോൾ ത്വഹാറത്ത് നടത്തി, നമാഉം ത്വഹാറത്തും സലാഹിയത്തും നടത്തുമ്പോൾ ഈ ബറക്കത്ത് ലഭിക്കുകയും തസ്കിയത്ത് നടക്കുകയും ചെയ്യും. തസ്കിയത്തിന്റെ നേരെ വിപരീതമാണ് തദ്സിയത്ത്. തദ്സിയത്ത് വഖദ് ഖാബ മൻ ദസ്സാ, കുഴിച്ചു മൂടുക എന്നർത്ഥം. വഖദ് ഖാബ മൻ ദസ്സാഹാ, അല്ലാഹു അൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ആ മനസ്സിനെ കുഴിച്ചു മൂടുന്നവരോ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ആ ഹൃദയത്തെ കുഴിച്ചു മൂടുക, ചെളിമുരട്ടുക, അഥവാ ചെളിക്കുള്ളിലേക്ക് പൂഴ്ത്തി വെക്കുക, കളങ്കപ്പെടുത്തുക, അവൻ പരാജയപ്പെട്ടു പോയിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, സഹോദരങ്ങളെ, സ്വന്തം നഫ്സിനെ കുഴിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ ഒരു അർത്ഥതലം നമുക്ക് ജീവിതമില്ല എന്നതാണ്. നമ്മൾ കാണുന്ന മനുഷ്യന്മാർക്ക് ജീവനുണ്ട്, പക്ഷേ ജീവിതമില്ല. ആത്യന്തികമായ ജീവിതം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. ജീവനും ജീവിതവും രണ്ടാണ്. തദ്സിയത്ത് നടക്കുമ്പോ ജീവനെ ജീവിതം ഉണ്ടാവില്ല. ദുനിയാവിലും പ്രയാസം പറഞ്ഞില്ലേ, അമ്രഹു, ചെയ്യാനുണ്ടാകും. ഏറ്റവും വലിയ സമ്പന്നനാണ് ഏറ്റവും വലിയ കടക്കാരൻ. എന്തേ അങ്ങനെ? അങ്ങനെയാ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ഏറ്റവും വലിയ കടക്കാരൻ. കാരണം മൂത്തതിന് വേണ്ടി ലോകബാങ്കിൽ നിന്ന് ഇതിനേക്കാൾ അപ്പുറം കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോ തദ്സിയത്തിൽ നിന്ന് പെടാൻ കഴിയണം. നമാഅ്, ത്വഹാറത്ത്, സലാഹിയത്ത്, ബറക്കത്ത്. സഹോദരങ്ങളെ, നാട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ കാണാൻ കഴിയും. അതിനുള്ള പരിഹാരം ഈ തസ്കിയത്ത് നടക്കുക എന്നതാണ്. തസ്കിയത്ത് അൽ ഈമാൻ, വിശ്വാസപരമായ തസ്കിയത്ത് നടത്തണം. വിശ്വാസപരമായ തസ്കിയത്ത് നടത്തണം. മലിനീകരണം ഏറ്റവും കൂടുതൽ നടക്കുന്നതും എളുപ്പത്തിൽ കയറിയിരിക്കുന്നതുമായ എളുപ്പത്തിൽ ആളുകളെ വഞ്ചിക്കാൻ കഴിയുന്ന മേഖല വിശ്വാസ മേഖലയാണ്. അവിടെ തസ്കിയത്ത് നടക്കണം. എപ്പോഴും തസ്കിയത്തുൽ ഈമാൻ നടക്കണം. തസ്കിയത്തുൽ ഇബാദ, ആരാധനാ കർമ്മങ്ങളിൽ, നമസ്കാരത്തിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചു പ്രവാചകൻ. നമസ്കാരത്തിൽ ലശോലൻ, ചില പണിയൊക്കെ ഉണ്ട് നിസ്കരിക്കുമ്പോന്നാ. നമസ്കാരത്തിൽ ചില പണികളുണ്ടെന്നാ. പലരെയും കണ്ടില്ലേ അവർ കൈകെട്ടി മേലേക്ക് നോക്കുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്തൊരു നോട്ടമാണ് അവർ നമസ്കാരത്തിൽ. പലരും കണ്ടില്ലേ തിരിഞ്ഞു നിൽക്കുന്നു, എങ്ങനെയൊക്കെ നിൽക്കുന്നു, ആടിക്കളിക്കുന്നു എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞു. നമസ്കാരത്തിൽ ചില ഷൗലൊക്കെ ഉണ്ട്.
അത് ശാരീരിക അവയവങ്ങളും മനസ്സും ചേർന്ന് പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടം. അറിയാത്തവരല്ല ഞാൻ നിങ്ങളും. പക്ഷേ നമ്മുടെ നമസ്കാരം പലപ്പോഴും ആളുകളുള്ളപ്പോ നല്ല നമസ്കാരവും ആരുമില്ലാത്തപ്പോൾ നല്ല നമസ്കാരവും ആകുന്നുണ്ടോ എന്നാലോചിക്കണം. വളരെ പ്രധാനമാണ്. വിശാലമായ കാര്യങ്ങളെ സംബന്ധിച്ചല്ല ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മളിലേക്ക് വിരൽ ചൂണ്ടി നാം പലപ്പോഴും ചോദിക്കണം. തസ്കിയത്തു സുലൂക്ക്, പെരുമാറ്റങ്ങളിൽ, ആളുകളുമായുള്ള പെരുമാറ്റങ്ങളിൽ തസ്കിയത്ത് നടക്കണം. നമുക്ക് നന്നായി പെരുമാറാൻ അറിയാം, പക്ഷെ ചിലർ വരുമ്പോൾ നമ്മൾ വല്ലാതെ പെരുമാറാറുണ്ട്. അത് പാടില്ല. ആ പെരുമാറൽ പറ്റില്ല. പക്ഷേ പെരുമാറണം നല്ല നിലക്ക്. ഏറ്റവും നല്ല ഡീലിങ്സ് ആളുകൾക്ക് നൽകാൻ. എന്റെ സ്ഥാപനത്തിൽ വരുന്ന, ഞാനൊരു അധ്യാപകനാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ആരെങ്കിലും വന്നാൽ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് അവർക്ക് കസേരയിട്ട് ഇരുത്തി, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് കാര്യം ചോദിച്ചറിഞ്ഞ് ക്ഷേമാന്വേഷണം നടത്തി കുട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അങ്ങനെ സന്തോഷത്തോടുകൂടെ അവരെ യാത്ര അയക്കുന്നുവോ? ചിലർ പരിചയമുള്ള രക്ഷിതാക്കളാണെങ്കിൽ വേഗം പോയി അവരെ ക്ഷണിച്ച് അവർക്ക് ഇരുത്തി അവരോട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യും. പരിചയമില്ലാത്ത എപ്പോഴെങ്കിലും വരുന്ന രക്ഷിതാക്കളാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. അത് തസ്കിയത്ത് സുലൂക്കിന്റെ അഭാവമാണ്, പ്രശ്നമാണ്. ഓഫീസുകളിൽ പലപ്പോഴും, ഉന്നത ഓഫീസുകളിൽ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ നമുക്ക് വേണ്ട പരിഗണന കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രശ്നം പറയാറുണ്ട്. ആലോചിക്കണം, തിരിച്ച് ചിന്തിക്കണം. ഞാൻ എന്റെ കീഴ് ആളുകളോട് ഞാനിങ്ങനെ പലതും ചെയ്തു പോയിട്ടുണ്ടാകും. കുടുംബത്തിൽ ഏറ്റവും നല്ല പെരുമാറ്റമാണ്, പക്ഷേ അയൽവാസികളോട് മോശമായ ഇടപെടലുകളാണ്. നാട്ടുകാരോടും സഹപ്രവർത്തകരോടും നല്ല സംസാരമാണ്, പക്ഷേ വീട്ടിലെത്തിയാൽ ഭയങ്കര പരിക്കനാണ്. തസ്കിയത്തു സുലൂക്ക് ഈ വിഷയകമായി ഒരു സഹോദരൻ ഖുർആൻ പഠിതാവിന്, ഖുർആൻ ലേണിംഗ് സ്കൂളിൽ ഒരു പഠിതാവ്, പ്രായമുള്ള 50 കഴിഞ്ഞ ഒരു പഠിതാവ് വിശുദ്ധ ഖുർആനിലെ ഈ ഇങ്ങനെ ഒരു വചനം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ക്ലാസ് കഴിഞ്ഞിട്ട് കരയ, അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ മുമ്പിൽ കരഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം, എന്താണ് പരിഹാരം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കണ്ട് അത്ഭുതപ്പെട്ടു പോയി നമ്മൾ. എന്തെന്നല്ലേ അയാൾ പറഞ്ഞത്? ഞാന് ഇവിടെയും നാട്ടുകാർക്ക് നല്ല പെരുമാറ്റാണ്, നല്ല സഹനശീലമുള്ളവനാണ്, പക്ഷെ എന്റെ വീട്ടിലേക്ക് കയറിയാൽ അവിടെ മുതൽ ഞാൻ പരിക്കരാണ്, ഞാൻ വല്ലാതെ അക്ഷമനാകുന്നു, കയർക്കുന്നു എന്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തത് ഇത് തന്നെയാ വേണ്ടതെന്നാണ്. നിങ്ങൾ ഈ കരഞ്ഞ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കരയണം. ഈ ചിന്ത സദാസമയം ഉണ്ടാകണം എന്ന്. തസ്കിയത്തു സുലൂക്ക് ഒരുപാടുണ്ട് സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്നില്ല. തസ്കിയത്തുൽ ഇഖ്തിസാദി, സാമ്പത്തികമായ മേഖലയിലെ തസ്കിയത്ത് നടക്കണം. സാമ്പത്തികമായ മേഖലയിലെ ഒരു ഫിൽസ് ആണെങ്കിൽ അതും എവിടെയും കൃത്യമായ കണക്കുകളും തന്റെ ആവശ്യത്തിന് വേണ്ടി രേഖപ്പെടും. നമ്മുടെ പല നേതാക്കളെയും അങ്ങനെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഔദ്യോഗികമായി നൽകപ്പെട്ട വാഹനത്തിൽ അവർ സഞ്ചരിക്കുന്നിടത്തു നിന്ന് അല്പം മാറി സ്വന്തം കാര്യത്തിന് വേണ്ടി നീങ്ങിയെങ്കിൽ അവിടെ മുതൽ ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച് തിരിച്ചു വരുന്നത് വരെ കിലോമീറ്റർ വേറെ എഴുതി വെച്ച നേതാക്കൾ നമുക്കുണ്ട്. സാമ്പത്തികമായ മേഖലയിലെ തസ്കിയത്ത് വളരെ ഗൗരവമായ വിഷയമാണ്. കടക്കാരനായി മരിച്ചു പോകുന്ന അവസ്ഥയാണ്. സക്കാത്ത്, ദാനധർമ്മങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട്, സക്കാത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, പക്ഷേ സക്കാത്ത് കൃത്യമായ വിഹിതം ഞാൻ നൽകിയിട്ടില്ല. ഞാൻ നൽകിയത് എന്റെ ഇഷ്ടപ്രകാരം എന്റെ കുടുംബത്തിലും മറ്റുമൊക്കെയാണ്. സക്കാത്ത് ആയില്ല എന്ന ചിന്തയിലേക്ക് എത്താൻ കഴിയുന്നില്ല. തസ്കിയത്ത് നടക്കണം ആ മേഖലയിൽ, വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സംസാരം വിശാലമായ വിഷയമാണ്, ഭാഗമാണ് സംസാരം. അതും ഏറ്റവും നല്ലത്. ഒരേ വർത്തമാനം തന്നെ, ഒരേ പദം തന്നെ പല അർത്ഥത്തിലും പറയാം, പക്ഷേ അതാവരുത്, ആളുകളെ നോവിക്കുന്ന തരത്തിലാവരുത്. ഏറ്റവും നല്ല നിലയിൽ, ഏറ്റവും നല്ല ടോണിൽ സംസാരിക്കാൻ കഴിയണം. പ്രബോധിതനെ കണ്ട് പ്രബോധിതന്റെ മനസ്സിന് ഇണങ്ങുന്ന വിധത്തിൽ സംസാരിക്കാൻ കഴിയണം. ആളെ മനസ്സിലാക്കി സംസാരിക്കണം, കൊച്ചാക്കി സംസാരിക്കരുത്, തരം താഴ്ത്തുന്ന രീതിയിലുള്ള വർത്തമാനമാകരുത്.
നന്മകൾ മാത്രം പറയണം, കളവുകൾ പറയാതിരിക്കണം. അങ്ങനെ തസ്കിയത്തുൽ ലിസാൻ, ഭാഷാ സംസ്കരണം അല്ലെങ്കിൽ നാവ് സംസ്കരിക്കുക, സംശുദ്ധീകരിക്കുക. ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് പോഷിപ്പിക്കുക? ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു മാർഗമുണ്ട്. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 77-ാം സൂക്തമാണ്. അള്ളാഹു ഇങ്ങനെയാണ് സംശുദ്ധീകരണത്തിന്റെ മാർഗമായി വിശദീകരിക്കുന്നത്, വിജയത്തിന്റെ നിദാനമായി വിശദീകരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ർകഉ വസ്ജുദൂ വഅ്ബുദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇർഖഉ വസ്ജുദു, നിങ്ങൾ റുകൂഉ ചെയ്യൂ, നിങ്ങൾ സുജൂദ് ചെയ്യൂ. വഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ആരാധന നടത്തുകയും ചെയ്യൂ. വഫ്അലുൽ ഖൈർ, നല്ല കാര്യങ്ങൾ ചെയ്യുകയും വേണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ ഈ പറഞ്ഞ വിജയമൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെയും നിങ്ങളെയും സാക്ഷീകരിക്കേണ്ട, എന്നെയും നിങ്ങളെയും സംശുദ്ധീകരിക്കേണ്ടതായ, പവിത്രമാക്കേണ്ടതായ, അതിന് സഹായമായ അല്പം ചില കാര്യങ്ങളാണ്, എന്നാൽ ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. റിയാ ഇല്ലാതിരിക്കുക, ഇഖ്ലാസോടുകൂടെ മാത്രം പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോവുക, മറ്റാരും പറയാനല്ല, മറ്റാരെയും കേൾപ്പിക്കാനല്ല, മറ്റാരെയും കാണിക്കാനല്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് തസ്കിയത്ത് നേടി എന്ന് പറയപ്പെടാൻ ഏറ്റവും ഹൈറാകുന്നത്. ആ നിലക്ക് നമ്മുടെ നഫ്സിനെ ഇഹ്യാ ചെയ്യാൻ, ജീവിപ്പിക്കാൻ, ജീവസുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നന്മയും തിന്മയും ഏതെന്ന ബോധം നൽകിയിട്ടുള്ള നമ്മുടെ മനസ്സിനെ അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ വളർത്തിയെടുക്കാൻ, പാകപ്പെടുത്താൻ, ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ഈ വിഷയങ്ങളിൽ വന്നുപോയിട്ടുള്ള പാകപ്പിഴകൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ അവിടെ നിന്റെ സവിധത്തിലെത്തുമ്പോൾ ഞങ്ങൾക്ക് കാണാതെ നഷ്ടമായി പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ ചെയ്ത എല്ലാ സൽപ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് നീ വർദ്ധിച്ച തോതിൽ അവിടെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. വന്നുപോയ പാകപ്പിഴവുകളെല്ലാം പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, നന്മ കൂടുതൽ ചെയ്യുന്ന, തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ കഴിയുന്ന ശക്തരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നമാഉം തഹാറത്തും സലാഹിയത്തും അടങ്ങി ബർക്കത്തോടുകൂടെ തസ്കിയത്ത് നേടാൻ സാധിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി ഞങ്ങളെ എല്ലാവരെയും നീ വാർത്തെടുക്കണമേ, അനുഗ്രഹിക്കണമേ, തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ഇമാമൻ ലനാ, اللهم اجعل القرآن شفيعا لنا يوم القيامة، اللهم اجعل القرآن شاهدا لنا ولا شاهدا علينا يوم القيامة يا رب العالمين. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على أشرف المرسلين وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.